എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മൂഞ്ഞേലി മാത്യു നഗർ, നമ്മുടെ ജോജോ പ്ലാസ്റ്റിക്കിൻ്റെ വീടൊക്കെ ഇല്ലേ, അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ നിങ്ങളവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, KSEB ഉദ്യോഗസ്ഥർ അവിടെ ഒരു പോസ്റ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഒരു കാർ വന്ന് ഇടിച്ചു. ഇടിച്ച് ഈ ഇലക്ട്രിക് പോസ്റ്റ് മറയാറായ സ്ഥിതിയായിരുന്നു. അപ്പോഴേക്കും ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി അത് KSEB ഉദ്യോഗസ്ഥരെ വിളിച്ച് അവർ വന്ന് സൈഡിലേക്ക് ചെരിച്ച് ഒരു വിധത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ അപകടാവസ്ഥയിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡിൽ ഇപ്പോൾ ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ നിങ്ങൾ ഓർക്കുന്നില്ല, ഒരു അങ്കമാലിയിൽ വന്നൊരു കാറ് വന്ന് ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ വളവിലിടിച്ച് ജായത്തോട്ടത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ റോഡിന് എന്തെങ്കിലും അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ട് എന്നുള്ള കാര്യവും ഇവിടുത്തെ പരിസരവാസികളോട് ചോദിച്ചറിയാം. ഒപ്പം ഇതെങ്ങനെയാണ് ഈ സംഭവം എപ്പോഴും ഉണ്ടായ എന്താ കാര്യങ്ങളെന്നുള്ളതും കൂടി നമ്മുടെ വാർഡ് കൗൺസിലർ അടക്കമുള്ള ആളുകളുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചറിയാം. വണ്ടി ഇടിച്ചെങ്കിലും വണ്ടി ഏതാന്ന് പോലെ അറിഞ്ഞിട്ടില്ല. മുനിസിപ്പാലിറ്റിയുടെ നമ്മുടെ ക്യാമറയിൽ നോക്കി കഴിഞ്ഞാൽ ആ സമയത്ത് പോയതിൻ്റെ വണ്ടികൾ നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ സാധിക്കും. എപ്പോഴാണ് സംഭവിച്ചത്? 4 മണി കഴിഞ്ഞപ്പോഴാണ്. ഇപ്പോൾ KSEB ഒക്കെ വന്ന് നിൽക്കണമെന്നുണ്ട്. പോസ്റ്റ് ഇപ്പോൾ തന്നെ മാറ്റി കറണ്ട് ചാർജ് ചെയ്യും. ഇതിനെ സംബന്ധിച്ച് ചാലക്കുടി അണ്ണല്ലൂർ പാലം വരെ പൊതു റോഡിൻ്റെ പുറമ്പോക്ക് അളവ് തിട്ടപ്പെടുത്തി പുറമ്പോക്ക് കണ്ടുപിടിച്ച് വീതി കൂട്ടാനായിട്ട് ചാലക്കുടി മുനിസിപ്പാലിറ്റി, PWD ഓഫീസ്, പോലീസ്, അതുപോലുള്ള മേലധികാരികൾക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിട്ട് തീർപ്പുണ്ടാകാത്തതിൻ്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ്റെ 382/2023 ഞാൻ വാദിയായിട്ട് കൊടുത്ത പരാതിന്മേൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ വരെ അളന്ന് പുറമ്പോക്ക് 4 വരി പാതയാക്കാൻ ഓർഡറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡിന് വാർഡ് മെമ്പറോട്, മുൻ വാർഡ് മെമ്പറോട്, ഇപ്പോഴത്തെ വാർഡ് മെമ്പറോട്, സ്ഥല MLAയോട്, MP ഒക്കെ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ഈ റോഡ് വീതി കൂട്ടാനായിട്ട് PWD അധികാരികളുടെ അടുത്ത് ഫയൽ വന്നിരിപ്പുണ്ട്. അത് തീർപ്പാക്കി എത്രയും വേഗം അളക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാകാൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അതിനൊരു കാര്യഗൗരവങ്ങളും ഇവർ എടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിന് മുൻപ് ഇത് 2ാമത്തെ തവണയാണ് ഈ പോസ്റ്റ് ഇപ്പം മാറ്റുന്നത്. ഇതിന് മുൻപ് അപ്പുറത്ത് കാറ് ആ കണ്ടത്തിലേക്ക് പോയി അതുപോലെയുള്ള വിഷമഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ റോഡിനെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളുടെ പൊതു നന്മയ്ക്കായിട്ട് പുറമ്പോക്ക് കൈവശപ്പെടുത്തിയിട്ടുള്ളത് എടുത്തുകൊണ്ട് ഈ റോഡിൻ്റെ വീതി കൂട്ടി കൂർത്ത വളവുകൾ ഒക്കെ മാറ്റി ഇതിന് അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് താഴ്മയായ അപേക്ഷയുള്ളതാണ്. പോസ്റ്റിൽ വന്നിടിച്ച വാഹനം ഏതാണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇലക്ട്രിക് പോസ്റ്റിൽ നീല പെയിന്റിന്റെ അംശമുള്ളതിനാൽ ആ സമയം കടന്നുപോയിട്ടുള്ള വാഹനങ്ങളെക്കുറിച്ച് നഗരസഭയുടെ CCTV ക്യാമറയിൽ നിന്നും ദൃശ്യങ്ങൾ കൗൺസിലർ ആനിപ്പോളിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ച് 2 വാഹനങ്ങളുടെ ചിത്രങ്ങൾ KSEB ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. പടിഞ്ഞാറെ ചാലക്കുടി മൂഞ്ഞേലി മെയിൻ റോഡിന്റെ ചില വളവുകളിൽ അപകടങ്ങൾ പതിവായിട്ടുണ്ട്. ഈ റോഡിന്റെ നിർമ്മാണത്തിൽ പരമാവധി പുറമ്പോക്ക് ഭൂമികൾ റോഡിലേക്ക് ചേർത്താണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതെന്ന് കൗൺസിലർ ആനിപ്പോൾ പറഞ്ഞു. കൂടാതെ പരാതികൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ഉചിതമായ നടപടികൾക്ക് തീരുമാനമെടുക്കാൻ ചർച്ച ചെയ്യുമെന്നും കൗൺസിലർ പറഞ്ഞു. പോസ്റ്റ് ഇടിച്ചിട്ട് കടന്നുകളഞ്ഞ ബിരുദനെ അധികം താമസിയാതെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൗൺസിലറും ജനങ്ങളും KSEB ഉദ്യോഗസ്ഥരും. ഇടിയുടെ ആഘാതത്തിൽ തകർന്ന പോസ്റ്റ് KSEB ഉദ്യോഗസ്ഥർ ഇതിനോടകം മാറ്റി ഉടനെ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്തു.